പിന്നെ വേറെ കാര്യം നമ്മൾ തമ്മിൽ കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കമ്പനി റിമോട്ട് ഫസ്റ്റ് ആണ്, നമുക്ക് ഓഫീസില്ല. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഷൈജലിനാണ് കുറെ പഠിച്ചിട്ടുള്ളത്. സോ ഷൈജലിന്റെ റീസൺ എന്തായിരുന്നു ഫോർ നോട്ട് ഹാവിംഗ് ഓഫീസ് റിമോട്ട് ഫസ്റ്റ്? അതും അതൊരു നോമാഡലിസ്റ്റ്, ആ ഒരു പീറ്റർ ലെവൽസ് നന്നായിട്ട് ഇൻസ്പയർഡ് ആയിരുന്നു. ആ ഒരു ബൂട്ട് സ്ട്രാപ്പിങ്ങും റിമോട്ടും അത് രണ്ടും റിലേറ്റഡ് ടു ഫ്രീഡം എന്ന് തന്നെ പറയാം. നമ്മള് എന്തിനാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്, ഫ്രീഡത്തിന് വേണ്ടിയാന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു റിമോട്ട് എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുത്തത്. നമുക്ക് എവിടെ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പം ഒരു ട്രിപ്പ് പോവുകയാണ്, ഒരു 1 മന്ത് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, വേൾഡിൽ എവിടെയും പോവുകയാണെങ്കിലും അവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് നമ്മളെ കമ്പനിക്ക് നമ്മൾ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം അതുപോലെ തന്നെ വേൾഡിൽ എവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ സെയിം ഇമ്പാക്ട് വരുത്താൻ പറ്റണം എന്നുള്ളൊരു ആ ഒരു രീതിയിൽ തന്നെയാണ് റിമോട്ട് ചെയ്യണം എന്നുള്ള ഡിസൈഡ് ചെയ്തത്. അപ്പം അതും തിരിഞ്ഞു നോക്കുമ്പോൾ ഗുഡ് ഡിസിഷൻ അത് മേ ബി പ്രൊഡക്ടിവിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, നമ്മളെ ഗോൾസ് എന്താണ്, അത് ഡെഫിനറ്റ്ലി ഇതായിട്ടുണ്ട്. എന്റെ കാര്യത്തിലാണെങ്കിലും കോ ഫൗണ്ടർ അസ്ലമിന്റെ ഇതിലാണെങ്കിലും നമ്മളെ മെയിൻ കാര്യം ഈ ഒരു ഫ്രീഡം എന്നുള്ള, അധികം ഫുള്ള് ബെസ്റ്റ് പെർഫോമിങ് ആക്കാൻ പറ്റൂല, പക്ഷെ എന്നാലും നമ്മൾ ഹാപ്പിയാണ്, അതേമാതിരി ടീം ഹാപ്പിയാണ്. അപ്പൊ അതാണ് ടീമിന്റെ ഹാപ്പിനെസ്സും നമ്മളെ ഒരു അൾട്ടിമേറ്റ് ഫ്രീഡം, ആ ഒരു ഇതായിരുന്നു ഗോള്. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി റിമോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇപ്പം കോവിഡിന്റെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാ കമ്പനികളും റിമോട്ടായി, പക്ഷെ നമ്മള് അത് 2017 മുതൽ ചെയ്യുന്ന കാര്യമാണ്. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ലോസ് എന്നൊന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളും സ്റ്റാർട്ട് ചെയ്തതിന്റെ സെയിം റീസൺ പറഞ്ഞില്ല, ഷൈജലിന്റെ ഇൻസ്പയർഡ് ആണ് എന്റെ കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിലാണെങ്കിലും ഇപ്പൊ ഓഫീസിന് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസും അതൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ആ എമൗണ്ട് ക്യാൻ ബി സ്പെൻഡ് ഓൺ സംതിങ് എൽസ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ 4 മാസം കൂടുമ്പോൾ നമ്മളൊരു എക്സോട്ടിക് ലൊക്കേഷനിൽ പോയിട്ട് എയർബിഎൻബി ബുക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ റീസെന്റ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഗോവയിൽ പോയി. ആരും ഇതുവരെ ഗോവയിൽ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാവരും ഗോവയിൽ പോകുന്നത്. എയർബിഎൻബി ബെസ്റ്റ് എക്സ്പീരിയൻസ്, ഫുൾ എക്സ്പെൻസ് പെയ്ഡ് ബൈ കമ്പനി. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കമ്പനി സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓഫീസിന് കൊടുക്കുന്ന ആ ഒരു ഫ്രാക്ഷൻ മതി ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. റിമോട്ടിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്, നമ്മള് ഒരു ഓഫീസ് ഒരു ഫിസിക്കൽ ലൊക്കേഷനിൽ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അടുത്തുള്ള ആൾക്കാരെ മാത്രമേ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പകരം നമ്മൾ വേൾഡ് വൈഡ് ടാലൻസിന് ഒക്കെ അറിയാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അതേപോലെ തന്നെ അതിന്റെ ഡ്രോബാക്സും ഉണ്ട്. പക്ഷെ നമ്മള് അത് നല്ല കാര്യം എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് നമുക്ക് എവിടുന്നും ഹയർ ചെയ്യാം നല്ല ടാലൻസ്, ഒരു ലാർജ് പൂൾ ഓഫ് ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സിലിക്കൺ വാലിയിലെ ഒരു വെൽ ഫണ്ടഡ് സ്റ്റാർട്ടപ്പ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി സാലറി വൈസ്, ആ ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് രീതിയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ കിട്ടും. അപ്പം അതിൽ നമുക്ക് നമ്മളെ കമ്പനിയിൽ തുർക്കിയിൽ നിന്ന് 2 പേരുണ്ട്. അപ്പം അതുപോലെ ബാക്കി ഡെവലപ്പേഴ്സ് അധികം കേരളത്തിൽ നിന്ന് തന്നെയാണ്. നമുക്ക് നല്ലൊരു ആ ഒരു എക്കോസിസ്റ്റം ഇവിടെ നല്ല അടിപൊളിയായതുകൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ ഡെവലപ്പേഴ്സ് ഹയർ ചെയ്യാറുള്ളൂ. പക്ഷെ അതർ റോൾസ് ലൈക്ക് കസ്റ്റമർ സപ്പോർട്ട് ഒക്കെ നമ്മൾ ഡെഫിനറ്റ്ലി പുറത്തുനിന്ന്, അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് നല്ല കസ്റ്റമേഴ്സിന് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആൾക്കാർ പുറത്ത് നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് റിമോട്ട് ആയതുകൊണ്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ആൾക്കാരെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ